പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ISL 11ാം സീസണിലെ 18ാം മത്സരത്തിനായി അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. കരുത്തരായ ഈസ്റ്റ് ബംഗാൾ എഫ്സിയാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത്. പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ അടുത്ത മത്സരത്തിലും ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ്. എന്നാലും കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് ഒരു ഗോൾ രഹിത സമനില വഴങ്ങിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത്. എന്നാൽ ഈസ്റ്റ് ബംഗാൾ ആവട്ടെ എതിരില്ലാത്ത ഒരു ഗോളിന് FC ഗോവയുമായി പരാജയപ്പെട്ടതിന് ശേഷമാണ് എത്തുന്നത്. എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ച് കയറാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനിയും പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് നിലവിൽ പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈസ്റ്റ് ബംഗാളിന്റെ പ്ലേ ഓഫിന്റെ സാധ്യതകളൊക്കെ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവിടെയോട് പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നിലവിലോട്ട് തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും ആകെ എത്ര മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയെന്ന് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ആകെ 8 മത്സരങ്ങളാണ് ഇരു ടീമുകളും ISL കളിച്ചിട്ടുള്ളത്. അതിൽ 3 മത്സരത്തിലും വിജയിച്ചത് ബ്ലാസ്റ്റേഴ്സാണ്. 2 മാത്രമാണ് ഈസ്റ്റ് ബംഗാളിന് വിജയിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ 3 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചു. കണക്കുകളുടെ കാര്യത്തിൽ ചെറിയ ഒരു മുൻതൂക്കം ബ്ലാസ്റ്റേഴ്സിന് നിലവിലുണ്ട് എന്ന് വേണം പറയാനായിട്ട്. എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ലെവലിലേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെ തന്നെയാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ 2 സെന്റർ ബാക്കുകളായി മിലോസും അതുപോലെ തന്നെ ഹോർമി പാമും ഇറങ്ങാൻ തന്നെയാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗിനെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ മത്സരത്തിൽ നവോച്ച കളിച്ചിരുന്നില്ല. താരത്തിന് 4 യെല്ലോ കാർഡ് സസ്പെൻഷൻ ആയിരുന്നു. എന്നാൽ താരം അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ ആദ്യ ലെവലിലേക്ക് വീണ്ടും മടങ്ങിയെത്തുമെന്നാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ നമുക്ക് വിപിൻ മോഹനെയും അതുപോലെ തന്നെ ഫ്രെഡിയെയും നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയും അടുത്ത മത്സരത്തിൽ കളിക്കുമെന്നാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇരു വിങ്ങുകളിലുമായി വിദേശ താരം മൊറോക്കൻ താരമായ നോവാസദോയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരമായ കൂറു സിംഗും ഇരു വിങ്ങുകളിലും കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ ജീസസ് ജിമിനസ് അടുത്ത മത്സരത്തിൽ ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. ജീസസ് ജിമിനസ് അടുത്ത മത്സരത്തിൽ ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതകൾ നിലവിൽ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സാധ്യത ലെവലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ അടുത്ത മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറിന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.